ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. ക്ലീനിങ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മേശപ്പുറം ഫുള്ള് ഒതുക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് പോയ തുണിയും അതുപോലെ തന്നെ അവിടെ നിന്ന് കുറേ തുണികൾ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കുറേ തുണികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന തുണികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി എല്ലാം കൂടെ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ ഒന്നും സഞ്ചിക്കകത്തൊന്നുമില്ല, പക്ഷേ ആ സഞ്ചിയൊക്കെ അവിടെ ഇങ്ങനെ വാരി വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെല്ലാം കൂടെ എടുത്ത് വരക്കി വെക്കാനുണ്ടാവും. ആ സ്ഥലത്ത് നനയ്ക്കാനുള്ള തുണികൾ മാറ്റിയിട്ടിട്ട് പിന്നെ അല്ലാത്ത തുണികളൊക്കെ എടുത്ത് പിന്നെ മോള് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ച് വാരിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഈ കണ്ണൻ ഡ്രോയർ കൊടുത്ത സംഭവം ഒരു 5 എണ്ണം എന്തോ പറഞ്ഞ സംഭവമാണ്. അത് ഞാൻ മീഷോയ്ക്കകത്ത് നിന്നാണ് വാങ്ങിയത്. ഇതെന്തിന് വാങ്ങിയെന്ന് എനിക്കറിയില്ല. കാരണം വാങ്ങിയ അന്ന് മുതലത്തേന് ഇതിൻ്റെ അകത്ത് ഒരു സാധനം വെച്ചിരുന്നാലും ഇതിൻ്റെ അകത്തേക്ക് കിടക്കില്ല. ഇതിൻ്റെ അകത്ത് വെച്ചിരുന്ന പകുതി സാധനം കാണാനില്ല കേട്ടോ. ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് കളയിട്ടു എൻ്റെ മോള്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഫുള്ള് വന്ന് ഞാൻ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ കവർ വെച്ചിട്ട് ഞാൻ തൂത്ത് തുടച്ചിട്ടിട്ട് ആ സഞ്ചിയൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി അവിടെ അടുക്കി പറക്കി വെച്ചതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് തൂത്തിടാമെന്ന് കരുതിയിട്ട്. കാരണം പൊടിയും കാര്യങ്ങളൊക്കെ മോള് ബിസ്ക്കറ്റ് തിന്നതും കേക്ക് തിന്നതായിട്ടൊക്കെ പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തൂത്തെടുക്കാണ്ട് ആൾ വെളിയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് വീടിൻ്റെ അകം തുടയ്ക്കുന്ന സംഭവമില്ല, തുണി വെച്ചിട്ട് എന്തെങ്കിലും തുടയ്ക്കാൻ വിചാരിച്ചിട്ട്. ആൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആളെ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾ നമ്മളെ ബാക്കിൽ നിന്ന് മറുപടി എങ്ങനെ നടക്കുക. അപ്പം ഞാൻ വിചാരിച്ച ആൾ കളിക്കുന്ന സമയം കൊണ്ട് നമുക്ക് തൂത്തും തുടച്ചൊക്കെ ഇടാമെന്ന് കേട്ടോ. ഞാൻ തൂത്ത് കഴിഞ്ഞ് ഞാൻ തുടച്ചൊന്ന് പകുതിയായപ്പോൾ ആളെങ്ങനെ മണത്തറിഞ്ഞെന്നവിടെ ആൾ ഓടിക്കയറി വന്നിട്ട്. പിന്നെ അവിടെ കളിയും ബഹളമൊക്കെ. പിന്നെ ആൾ എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെള്ളത്തിൽ കളിച്ചിട്ടാണ് കേട്ടോ കയറി വന്നത്. ഞാൻ പിന്നെ കയ്യടത്തിനെ കുളിപ്പിച്ച് ആളെ ഉറക്കി കിടത്തി. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ചെടികളൊക്കെ ഒന്ന് വാടി കരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നിട്ട് അതിനൊക്കെ ഒന്ന് വെള്ളം എടുത്തിട്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം രാവിലെ ആൾ ജോലിക്ക് പോകണതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ വയ്ക്കും. പിന്നെ പാത്രം കഴുകണം, തൂക്കണം, അങ്ങനെ തുണി നനയ്ക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചെടിക്കൊന്ന് വെള്ളം ഒഴിക്കുന്നു വെച്ച്. കാരണം വാടിക്കഴിഞ്ഞ് നിൽപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കള മറ്റേ ചെടിയൊക്കെ കുരുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അതൊക്കെ കുറച്ചൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞിട്ട് എന്നാലും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞാനും കുളിച്ച് ആളെ ഒന്നുകൂടെ കുളിപ്പിച്ചിട്ട്. കാരണം ഞാൻ ആൾക്ക് മുടി വെട്ടി കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് കൊടുത്തു. അതാണ് കേട്ടോ ഇങ്ങനെ കാണിച്ച് തരണേ. പിന്നെ ടാറ്റ കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേനും ഉമ്മ കൊടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ തൂക്കാൻ വേണ്ടി പോയിട്ടോ. ഇപ്പോഴത്തേനും ഇല തൊഴിയുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്ത് റബ്ബർ മരം നിൽപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ ഇല ഫുള്ള് ഇങ്ങനെ വിട്ടു. രാവിലെ തൂത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും ചവറ് വരും. അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേനും ഒന്ന് തൂക്കാമെന്ന് കരുതിയിട്ടോ. വൈകുന്നേരമാണ് തൂക്കാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നോക്കിയത് ഇറുമ്പൊക്കെ ഇങ്ങനെ പോകണിട്ട്. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ മണ്ണൊക്കെ വാരി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആൾ ക്യാമറയുടെ അടുത്തോട്ട് വരാൻ നോക്കിയപ്പോഴത്തേനും ഞാൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ നിർത്തിയിട്ടോ. അതുവരേക്കും അങ്ങോട്ട് വന്നിരുന്നു. പിന്നെ ആൾ ക്യാമറയുടെ അടുത്ത് തന്നെ വരും കേട്ടോ. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾ മാറൂല ക്യാമറയുടെ ഫ്രണ്ട്. ഞാൻ ചെന്തായാലും അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ പെട്ടെന്ന് തൂത്ത് വരാമെന്ന് കരുതിയിട്ട് അവൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് കരുതി.
അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേനും നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോയത്. നമ്മളിവിടെ അടുത്തുള്ളൊരു കടയിൽ പോണ വഴിക്ക് നമ്മൾ അവിടുത്തെ പള്ളിയിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണ് കേട്ടോ, തീർത്ഥാടന മഹോത്സവം എന്ന് പറഞ്ഞിട്ട് എന്തോ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുപഴവും പിന്നെ ഞാൻ ഒരു ജ്യൂസൊക്കെ ലെമൺ അങ്ങനെ എന്തൊരു സംഭവം അത് വാങ്ങി കുടിച്ച്. പിന്നെ ഇതുപോലത്തെ ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപഴം പിന്നെ മോക്ക് വാങ്ങിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇട്ടാൽ രാത്രിത്തുള്ള വീഡിയോ ഞാൻ എടുത്തില്ല. ബൈ.